കോഴിക്കോട് താമരശ്ശേരി ഓടക്കുന്നിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. ഓവർടേക്ക് ചെയ്തിട്ട് കാറ് വന്നതാണ്. ബസ് സാവധാനമാണ് വരുന്നത്. ബസ് സാധാരണ വരുന്ന ബസ് ഡ്രൈവർ തെറിച്ചു പോയി വീണ വണ്ടി ഇടിച്ച ആഘാതത്തിൽ വണ്ടി തെറിച്ചു പോയാൽ പിന്നെ ഡ്രൈവർ എണീച്ച് ഹാൻഡ്രേക്ക് വലിച്ചതാണ്. ഡ്രൈവർ മനക്കരുത്തുകൊണ്ടാണ് ഇത്രയും ഇതിൽ കഴിച്ചിലായത്. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, ആ കാറിൻ്റെ അവസ്ഥ കണ്ടിട്ട് വല്ലാത്ത ആശങ്ക തോന്നുന്നു. പരുക്ക് എങ്ങനെയുണ്ട് കാറിലുണ്ടായിരുന്നവർക്ക്? ബസ് പതുക്കെയാണ് വന്നതെന്നാണ് അവർ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന വിവരമുണ്ടോ? സ്മിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ അപകടം നടക്കുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് 12 മണിയോടടുപ്പിച്ചാണ്. തണ്ണിമത്തൻ കയറ്റി കോഴിക്കോടേക്ക് പോവുകയായിരുന്നു ഈ ലോറി. ഇതിനിടയിലാണ് ഒരു കാർ ഈ ലോറിയെ മറികടക്കാൻ ശ്രമിച്ചത്. അതിനിടെ വയനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിനെ ഈ ലോറി ഇടിക്കുകയായിരുന്നു. ഈ കാർ ഇടിക്കുകയായിരുന്നു. തുടർന്ന് ഈ വാഹനങ്ങൾ അവിടെ വലിയൊരു അപകടത്തിൽപ്പെടുന്നു. ലോറി തലകീഴായി മറിഞ്ഞു. കാർ ഈ 2 വാഹനങ്ങളുടെയും ഇടയിൽപ്പെട്ട് പൂർണ്ണമായും തകരുന്നു. ബസ്സിൽ നിന്ന് ഡ്രൈവർ പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. അങ്ങനെ ഈ കാറിൽ നിന്ന് 3 പേരെ പുറത്തെടുത്തത് കാർ വെട്ടിപ്പൊളിച്ചാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ ഡ്രൈവർ തിരികെ ബസ്സിലേക്ക് ഓടിക്കയറിയാണ് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഈ ബസ് നിർത്തുന്നത്. ഒരുപക്ഷെ അതിന് സാധിച്ചിരുന്നില്ല എങ്കിൽ ഈ ബസ് കുറച്ചുകൂടി മുന്നോട്ട് പോയി ശേഷം അവിടെ ഒരു താഴ്ചയുണ്ട്, ആ താഴ്ചയിലേക്ക് മറിഞ്ഞേനെ. അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഒപ്പം ഈ അപകടത്തിൽപ്പെട്ട ലോറിയിലുണ്ടായിരുന്നവർ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. 12 പേർക്ക് മൊത്തത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ നില അല്പം ഗുരുതരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ കാർ ഡ്രൈവറുടെ നില അതീവ ഗുരുതരമാണ്. ഇവർ 3 പേർ, ഗുരുതരമായി പരിക്കേറ്റ 3 പേർ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റുള്ളവർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. ആ അപകടത്തിന്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഏതായാലും 3 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. 12 പേർക്ക് മൊത്തത്തിൽ പരിക്കു പറ്റിയിട്ടുണ്ട്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ക്രിസ്റ്റീന, ആ KSRTC ഡ്രൈവറുടെ മനസാന്നിധ്യം അത് അഭിനന്ദിക്കാതെ വയ്യ അല്ലേ? കാരണം വലിയൊരു അപകടം. ഇപ്പോൾ ഈ പരുക്കു പറ്റിയവരുടെ ആരോഗ്യനില എത്രത്തോളം ഗൗരവം ഉണ്ട് എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഇതുവരെ ഒരു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് ആശ്വാസം. അപ്പോൾ KSRTC ബസ് അല്ലെങ്കിൽ താഴ്ചയിലേക്ക് മറിഞ്ഞേനെ എന്നാണ് പറയുന്നത്. അതെ.